നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പെരുമണ്ണ മുണ്ടുപാലത്തെ വാടക വീട്ടിൽ ഇരിങ്ങല്ലൂർ പുല്ലിക്ക് ചാലിൽ ഷെരീഖ് അഹമ്മദ് എന്ന 36 വയസ്സുകാരൻ മരിച്ച സംഭവം കൊലപാതകമാണ് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശരീരത്തിൽ കാര്യമായ ബാഹ്യ മുറിവുകളോ രക്തക്കറയോ ഇല്ലാതിരുന്നതിനാൽ പോലീസിനെയും ഫോറൻസിക് വിദഗ്ധരെയും ഒരുപോലെ കുഴക്കിയ മരണത്തിലാണ് നിർണായകമായ പോസ്റ്റ്മോർട്ടം വിവരങ്ങൾ പുറത്തുവന്നത്. കഴുത്തിനേറ്റ കടുത്ത പരിക്കും അമർത്തിയപ്പോഴുണ്ടായ ആന്തരിക ക്ഷതവുമാണ് മരണകാരണമെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇതോടെ സംഭവത്തിൽ കസ്റ്റഡിയിലുള്ള ഷെരീഖിന്റെ സുഹൃത്തും ഒളവണ്ണ ഇരിങ്ങല്ലൂർ സ്വദേശിയുമായ അഷ്റഫിനെ കേസിലെ പ്രധാന പ്രതിയായി ചേർക്കുമെന്ന് പന്തീരങ്കാവ് പോലീസ് അറിയിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച രാത്രിയോടുകൂടിയാണ് പോലീസിനെ ഞെട്ടിച്ചുകൊണ്ട് മുഹമ്മദ് അഷ്റഫ് പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് നേരിട്ട് എത്തുന്നത്. ഞാൻ എന്റെ സുഹൃത്തിനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി. മൃതദേഹം പെരുമണ്ണ പുത്തൻ മഠത്തിന് സമീപമുള്ള മുണ്ടുപാലത്തെ വാടക വീട്ടിലുണ്ട് എന്നായിരുന്നു ഇയാളുടെ മൊഴി. കേട്ട പാതി കേൾക്കാത്ത പാതി പോലീസ് സംഘം സംഭവ സ്ഥലത്തേക്ക് കുതിച്ചെത്തി പരിശോധന നടത്തിയപ്പോൾ വീടിനുള്ളിൽ ഷെരീഖിന്റെ മൃതദേഹം കണ്ടെത്തി. എന്നാൽ ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും ചേർന്ന് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ മൃതദേഹത്തിൽ ചോരപ്പാടുകളോ രക്തമുറിവുകളോ ഒന്നും തന്നെ കണ്ടെത്തിയിരുന്നില്ല. തുടർന്ന് അഷ്റഫിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ലഹരി ഉപയോഗിച്ചുള്ള തർക്കം കൊലപാതകത്തിൽ കലാശിച്ചു എന്നാണ് വ്യക്തമാകുന്നത്. ഇൻക്വസ്റ്റ് നടത്തുന്ന സമയത്ത് ഷെരീഖിന്റെ കഴുത്തിൽ പിടിച്ച് അമർത്തിയ പോലെയുള്ള നേരിയ പാടുകൾ മാത്രമാണ് കണ്ടെത്തിയത്. കൂടാതെ മുറിയിൽ നിന്ന് സ്റ്റീലിന്റെ ഒരു വടിയും പോലീസ് കണ്ടെത്തി. വൈകുന്നേരം 3:30 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആരംഭിച്ച പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായതോടുകൂടിയാണ് ആന്തരിക ക്ഷതങ്ങളാണ് മരണകാരണമെന്ന് തെളിഞ്ഞത്. ഞായറാഴ്ച ഉച്ചയ്ക്കാണ് അഷ്റഫും ഷെരീഖും മുണ്ടുപാലം സരിക ബസ് സ്റ്റോപ്പിന് സമീപത്തെ ഈ വാടക വീട്ടിൽ എത്തിയത്. ഇരുവരും ഒന്നിച്ചിരുന്ന് ലഹരി ഉപയോഗിച്ചിരുന്നതായി ചോദ്യം ചെയ്യലിൽ അഷ്റഫ് സമ്മതിച്ചിട്ടുണ്ട്. ലഹരി ഉപയോഗിച്ചതിനു ശേഷം ഇരുവരും തമ്മിലുണ്ടായ കടുത്ത തർക്കവും വാക്കുതർക്കവുമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസിന്റെ അനുമാനം. ഇരുവരും താമസിച്ചിരുന്ന മുണ്ടുപാലത്തെ വാടക വീട്ടിലെ താമസക്കാരെ കുറിച്ച് നാട്ടുകാരും വലിയ വിവരങ്ങൾ ഒന്നും തന്നെ അറിഞ്ഞിരുന്നില്ല. പകൽ സമയങ്ങളിൽ പൊതുസമൂഹവുമായി ബന്ധപ്പെടാതെ കഴിഞ്ഞ് വൈകി ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുന്നവരായിരുന്നു ഇരുവരെന്നും പരിസരവാസികൾ പറയുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട് പുറത്തുവന്ന പശ്ചാത്തലത്തിൽ പ്രതിയായ അഷ്റഫിനെ പന്തീരങ്കാവ് പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്ത് വരികയാണ്.